പണ്ടൊക്കെ ചെയ്തിരുന്നത് പറഞ്ഞാൽ വെറും എന്താ പറയുക നാച്ചുറലായിട്ടുള്ള വ്യായാമം, നാച്ചുറലായിട്ടുള്ള ഭക്ഷണം ഇത് മാത്രം കഴിച്ചിരുന്നത്. ഇന്ന് ബോഡി ബിൽഡിങ്ങിൽ ധാരാളം കണ്ടുവരുന്നത്, എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്, ഈ അനാബോളിക് സ്റ്റിറോയിഡ് യൂസ് ചെയ്തിട്ടുള്ള പല മരുന്നുകൾ, പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞിട്ട് അതിലും സ്റ്റിറോയിഡ് കണ്ടന്റ് ഉണ്ടാകും. പിന്നെ പല മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മസിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോർമലിന് നമ്മളൊരു 100% വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 40% റിസൾട്ടേ കിട്ടുള്ളൂ. സാധാരണ ഒരു മരുന്നൊന്നും കഴിക്കാതെ നേരെ മറിച്ച് ഈ മരുന്ന് ഉപയോഗിച്ചിട്ടാണെങ്കിൽ 40% വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100% റിസൾട്ട് വരും. മൊത്തത്തിലൊരു ബോധവൽക്കരണം നടത്തേണ്ടത് ആവശ്യമാണത്. വെൽ സെഡ്. അബുക്ക് പറഞ്ഞത് 100% കറക്റ്റാണ്. സ്റ്റിറോയിഡ്സിനെതിരെ ഈ സമയത്ത് നമ്മൾ ശക്തിയായിട്ട് ആഞ്ഞടിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പഴയ വീഡിയോ നമ്മളിവിടെ പ്രസന്റ് ചെയ്യാനും അബുക്ക് പറഞ്ഞ വാക്കുകൾ നിങ്ങളിലേക്ക് ഒന്നുകൂടി എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞത് നമ്മുടെ സമൂഹത്തിലെ മാരകമായ വിപത്ത് തന്നെയാണ്. അപ്പൊ അതിനെതിരെ നമ്മുടെ യുവാക്കള് എല്ലാം അണിനിരന്ന് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചേ പറ്റൂ. പിന്നെ ഇതിനെ കൊണ്ടുള്ള ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ പാർട്സിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും, മെന്റലി വരും. പിന്നെ അവിടെ എല്ലാം കൊടുക്കുന്ന പൗഡർ സത്യത്തിൽ ഇവിടെ പ്രോട്ടീൻ പൗഡർ അല്ല വില്ലനാവുന്നത്, സത്യത്തിൽ സ്റ്റിറോയിഡ്സ് ആണ്. ഇത് ആരും അറിയുന്നില്ല. അത് ഇഞ്ചക്ഷൻ വഴിയും ഓറൽ വഴി ടാബ്ലറ്റ് ആയിട്ടും ഇവിടുത്തെ ആളുകൾ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഫീൽഡിൽ ഉള്ളത് കൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇങ്ങനെ തന്നെയാണ് അവരെടുക്കുന്നത്. ഇത് ഒരാളും പുറത്ത് പറയില്ല. ഒരു ബോഡി ബിൽഡർ പോലും ഞാൻ സ്റ്റിറോയിഡ്സ് എടുത്തിട്ടാണ് എന്റെ ബോഡി ഡെവലപ്പ് ആയെന്ന് ഒരു കാരണവശാലും പറയില്ല. അപ്പൊ പുറമേ കാണുന്നത് ഈ പ്രോട്ടീൻ പൗഡർ മാത്രമാണ്. പ്രോട്ടീൻ പൗഡറിന്റെ ഈ ഒരു വിലയ്ക്ക് നമുക്ക് അതിലേക്ക് കൂടുതലായിട്ട് സ്റ്റിറോയിഡ്സ് ഒക്കെ ആഡ് ചെയ്ത് വരാൻ അത്ര പോസിബിൾ അല്ല. ഇനി എന്തെങ്കിലും തന്നെ അത് ഓറലായിട്ട് വളരെ കുറഞ്ഞ അംശത്തിലേക്ക് ഉണ്ടാവുക. പക്ഷെ അതിനും പോസിബിലിറ്റി വളരെ കുറവാണ്. പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലിൽ എന്ന് പറഞ്ഞ പാലിന്റെ ഉൽപ്പന്നമാണ്. അത് നിങ്ങൾക്ക് പ്രോട്ടീന്റെ അഭാവം ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി മാത്രം. നമ്മൾ വൈറ്റമിൻ ടാബ്ലറ്റ് എപ്പോഴാണ് എടുക്കുന്നത്, നമുക്ക് പ്രോട്ടീൻ വൈറ്റമിൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ എടുക്കുന്ന പോലെ തന്നെ പ്രോട്ടീൻ നമുക്ക് കിട്ടാൻ മാർഗമില്ലെങ്കിൽ മാത്രം പ്രോട്ടീൻ പൗഡറിലേക്ക് പോയാൽ മതി. നോർമലിന് നമ്മൾ ഒരു 100% വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 40% റിസൾട്ടേ കിട്ടുള്ളൂ. സാധാരണ ഒരു മരുന്നൊന്നും കഴിക്കാതെ നേരെ മറിച്ച് ഈ മരുന്ന് ഉപയോഗിച്ചിട്ടാണെങ്കിൽ 40% വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100% റിസൾട്ടും വരും. ആ വ്യത്യാസമുണ്ട്. പിന്നെ അത് താൽക്കാലികമെന്ന് മാത്രം. നമ്മളൊക്കെ ഇപ്പോൾ ഇത്രയും കാലമായിട്ടും ഒരു ബോഡി ബിൽഡർ ആ ഒരു ലുക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ എത്രമാത്രം കറക്റ്റാണെന്നറിയോ? അതായത് 100% നമ്മൾ വർക്കൗട്ടിൽ ഫോക്കസ് ചെയ്താൽ നമുക്കൊരു 40% റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ആ റിസൾട്ട് ശാശ്വതമായ റിസൾട്ട് ആണെന്നുള്ളത് ഒരു എക്സാമ്പിൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ശരീരം നോക്കിയാൽ തന്നെ അറിയാം. ഒരു നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം ലോങ് ആയിട്ട് നമുക്ക് ആ മസിൽസ് ഡെവലപ്പ് ചെയ്ത് നിൽക്കും എന്നുള്ളതിനൊരു തെളിവാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോസ് നമ്മൾ പിന്നീടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ നമ്മുടെ ചാനൽ വഴി നമ്മൾ ശ്രമിച്ചത്. നമ്മളിപ്പം ഈ അത്ലറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടില്ല, ബെൻ ജോൺസൺ ഇവരൊക്കെ ഉത്തേജക മരുന്ന് പിടിച്ച് ഈ ഉത്തേജനത്തിന് വേണ്ടിയിട്ടാണ്, അത് പെട്ടെന്നുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആൾക്കാർ കുറുക്ക് വഴി ദോഷമാണ്. ഇന്റർനാഷണൽ ഇപ്പം കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന അവിടുത്തെ ആൾക്കാരൊക്കെ ഫോറിനേഴ്സൊക്കെ അവർ ഒരു പിന്നെ ഫിസിഷ്യൻ കൂടെ ഉണ്ടാവും, എന്നിട്ട് ഇത്ര മരുന്ന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേറെന്ത് ഉപയോഗിക്കാം. അപ്പം അതൊക്കെ നോക്കിയിട്ട് പിന്നെ അതുപോലെ ഈ ഡോപ്പ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാലും അത് ഇത്ര പീരീഡ് വരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാരണം. അപ്പം അതിന് മുന്നേ അത് നിർത്തി ഇതിന്റെ ദോഷങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന അതല്ല. ഇത് കുതിരക്ക് കൊടുക്കുന്ന മരുന്നാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് വാങ്ങിയിട്ട് പിന്നെ വലിയ വിലക്ക് വിൽക്കുന്നത്. ഒരു ലോബി തന്നെ ഉണ്ട് അത്. അപ്പോ പറഞ്ഞു വരുന്നത് ഒരു കാരണവശാലും നിങ്ങൾ സ്റ്റിറോയിഡ്സിലേക്ക് ഇതിലേക്ക് പോരുത്. ഇതിന് വലിയൊരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വലിയ വിലക്കാണ് ഈ സ്റ്റിറോയിഡ്സ് ഒക്കെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആ കുതിരയ്ക്ക് കൊടുക്കുന്ന മെഡിസിൻസ് ഒക്കെയാണ് അവിടെ സപ്ലൈ ചെയ്യുന്നത് പറയുമ്പോൾ ഇതിന് ടെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടോ? അത് മാത്രമല്ല എത്ര ജിമ്മിൽ എത്രമാത്രം ചെക്കിങ് നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ജിമ്മിലും മന്ത്ലി ചെക്കിങ് നടക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലും എല്ലാം ഇപ്പോൾ ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ആയാലും ചെക്കിങ് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നടക്കും. ഫിറ്റ്നസ് സെന്റേഴ്സിൽ ഇങ്ങനെ സ്റ്റിറോയിഡ്സ് വിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് ചെയ്യുന്നുണ്ടോ, ബോഡി ബിൽഡിംഗ് ചെയ്യുന്നുണ്ടോ, അവിടെ എങ്ങനെയാണ് ബോഡി ബിൽഡിംഗ് ചെയ്യുന്നതൊക്കെ അറിയാൻ ഇവിടെ ഒരു സാധ്യതയില്ല.
അങ്ങനെ ആരും പരിശോധിക്കാറില്ല. അത് ആ ഒരു മേഖല തന്നെ ആരും ശ്രദ്ധിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റിറോയിഡ്സിന്റെ ലഭ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് മാത്രമേ മെഡിസിൻ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുള്ളെങ്കിൽ ഇവിടെ ജിമ്മില് ബണ്ടില് കണക്കിന് സ്റ്റിറോയിഡ്സ് എത്തിക്കാൻ ലോബികളുണ്ട്. അപ്പോൾ ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. പ്രോട്ടീൻ പൗഡറല്ല വില്ലൻ, ഈ സ്റ്റിറോയിഡ്സ് ആണ് വില്ലൻ. അതിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പാരന്റ്സ് ഇതിനെതിരെ മനസ്സിലാക്കി കറക്റ്റായിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഉപയോഗങ്ങൾ, അതായത് നമ്മൾ ട്രെയിനേഴ്സ് പല ആളുകളെയും മിസ്ലീഡ് ചെയ്തുകൊണ്ട് സ്റ്റിറോയിഡ്സിലേക്കും ഇങ്ങനെയുള്ള മാരകമായ കെമിക്കൽ കോമ്പൗണ്ട് അടങ്ങിയ എനർജി ഡ്രിങ്കും ഇതിലേക്കൊക്കെ തള്ളി വിടുന്നുണ്ട്. ഇത് നമ്മൾ മുതിർന്നവരറിയണം, കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഒരു കാരണവശാലും സ്റ്റിറോയിഡ്സ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരു ഒപ്പീനിയൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.